മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം ഞാൻ കൽപ്പശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. കൽപ്പശാസ്ത്രത്തിൽ 4 ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളിത് പഠിച്ചേ തീരൂ എന്ന് പറഞ്ഞു. ധാരാളം പേര് അത് കേട്ടിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞത് ശ്രൗതസൂത്രം, യാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിക്കുന്ന ബൃഹത്തായ ഗ്രന്ഥം. ഗൃഹ്യസൂത്രം ഒരു ഗൃഹസ്ഥൻ, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കള്, സഹോദരി, സഹോദരന്മാരടങ്ങുന്ന കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ആചാരങ്ങൾ വിവരിക്കുന്ന ഗൃഹ്യസൂത്രം. ഒരു രാഷ്ട്രം എങ്ങനെ നിലനിൽക്കണം, ഭരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിയമവ്യവസ്ഥകൾ ഉൾപ്പെടെ വിവരിക്കുന്ന ധർമ്മശാസ്ത്രം. പിന്നെ പിതൃമേധസൂത്രം, മരണം ആയിട്ട് ബന്ധപ്പെട്ട സകല കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആചാരങ്ങൾ മന്ത്രസഹിതമായിട്ടുള്ളത് പ്രായശ്ചിത്തം. ഇതിനിടയ്ക്ക് ശ്രൗതസൂത്രത്തിന്റെ ഭാഗമായിട്ട് സുൽഭസൂത്രമുണ്ട്, വേദിക് ജോമെട്രി. യാഗശാലകളുടെ നീളം, വീതി, ഉയരം, അവയുടെ ട്രപ്പീസിയം ആകൃതി, റോംബസിന്റെ ആകൃതി, സർക്കുലർ ആകൃതി, ട്രയാങ്കുലർ, സ്ക്വയർ, റെക്ടാങ്കിള്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ജോമെട്രിക്കൽ ഫിഗർ വിവരിക്കുന്ന സുൽഭസൂത്രം കൂടിയുണ്ട്. ഈ സുൽഭസൂത്രം എടുത്ത് സെപ്പറേറ്റ്ലി പറയാറില്ല. അത് ശ്രൗതസൂത്രത്തിന്റെ ഭാഗമായിട്ട് എടുക്കാറുള്ളത് കൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ്ലി പറയാത്തത്. അതും കൂടി എടുക്കുകയാണെങ്കിൽ 5 ഭാഗമുണ്ട്. ശ്രൗതസൂത്രം, അതിനോട് ചേർന്ന സുൽഭസൂത്രം, പിന്നെ ഗൃഹ്യസൂത്രം, ധർമ്മസൂത്രം, അതുപോലെ പിതൃമേധസൂത്രം. സൂത്രം എന്ന ഭാഗത്ത് ശാസ്ത്രം എന്നും ചേർക്കാം. ശ്രൗതശാസ്ത്രം, സുൽഭശാസ്ത്രം, ഗൃഹ്യശാസ്ത്രം, ധർമ്മശാസ്ത്രം, പിതൃമേധശാസ്ത്രം. ഇതാണ് നമ്മൾ കൽപ്പശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചത്. കൽപ്പശാസ്ത്രം എന്ന് പറയുന്നത് വേദാംഗമാണ്, വേദങ്ങളുടെ അംഗങ്ങളിൽ ഒന്നാണ്. കൽപ്പശാസ്ത്രം എന്ന് പറയുന്നത് വേദാംഗമാണ്. ഇനി വേറൊരു വേദാംഗത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ്, ജ്യോതിഷം. എന്താ ശരിക്കും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ 6 വേദാംഗങ്ങളിൽ ഒരു വേദാംഗമാണ് ജ്യോതിഷം. വേറൊരു വേദാംഗത്തെക്കുറിച്ചാണ് കൽപ്പശാസ്ത്രം എന്ന് പറഞ്ഞത് നമ്മൾ പഠിച്ചത്. 6 വേദാംഗങ്ങളിൽ ഒരു വേദാംഗം ജ്യോതിഷം. ആ ജ്യോതിഷം സയൻസ് ആണോ ശാസ്ത്രമാണോ എന്നൊക്കെ ധാരാളം പേര് ചോദിക്കാറുണ്ടല്ലോ. എന്താ നമ്മൾ ഉത്തരം കൊടുക്കുക? നമ്മൾ പല ഉത്തരവും കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ പഠിക്കണം, 5 മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ജ്യോതിഷത്തിൽ കൃത്യമായിട്ട് 3 ഭാഗങ്ങളുണ്ട്. ജ്യോതിഷത്തിലെ 3 ഭാഗങ്ങളിൽ ഒന്ന് പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. പ്യുവർ മാത്തമാറ്റിക്സ്, ആർക്ക്, സർക്കിള്, കോഡ്, അതിൻ്റെ ഏരിയ, അതിൻ്റെ സർക്കംഫറൻസ്, സ്ഫെറിക്കൽ ഷേപ്പ്, പ്യുവർ മാത്തമാറ്റിക്സ്. മറ്റൊരർത്ഥത്തിൽ ജിയോമെട്രി. എല്ലാ വിധത്തിലുള്ള മാത്തമാറ്റിക്സും ജ്യോതിഷത്തിലെ മാത്തമാറ്റിക്സ് പാർട്ടിൽ വരും, ഗണിത ശാസ്ത്രത്തിൽ വരും. അത് ശാസ്ത്രമാണോ സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ 100-ൽ 100% സയൻസാണ്, അൾട്രാ മോഡേൺ സയൻസാണ്. രണ്ടാമത്തെ പാർട്ട് ജ്യോതിശാസ്ത്രം, അസ്ട്രോണമി. ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് ഉൾപ്പെടെ ഭൂമിയുടെ റൊട്ടേഷൻ, ഭൂമിയുടെ റെവല്യൂഷൻ, ഭൂമിയുടെ ഡിക്ലിനേഷൻ, ഭൂമിയുടെ ഉയരത്തിലേക്കും താഴത്തേക്കും പോകുന്ന ഉത്തരായണം, ദക്ഷിണായനം, പ്രിസിഷൻ, ഇക്വിനോക്സ്, ലഗ്നം, ഇതെല്ലാം പെർഫെക്റ്റ്ലി സയൻസാണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. അസ്ട്രോണമി പ്യുവർ സയൻസാണ്. 100 കണക്കിന് പുസ്തകങ്ങളുണ്ട് അസ്ട്രോണമിയുടെ. വടേശ്വര സിദ്ധാന്തമുണ്ട്, ആര്യഭട സിദ്ധാന്തമുണ്ട്, ആര്യഭട്ടീയമുണ്ട്, ലഘുഭാസ്കരീയം, ബൃഹത് ഭാസ്കരീയം, ആര്യഭട സിദ്ധാന്തം, സിദ്ധാന്ത ശിരോമണി, ലീലാവതി തുടങ്ങിയ മഞ്ജുളാചാര്യന്റെ പുസ്തകങ്ങള്, ലല്ലാചാര്യന്റെ ശിഷ്യധീവൃത്തി തന്ത്രം, എത്ര പുസ്തകങ്ങളാണ് ജ്യോതിശാസ്ത്രം, അസ്ട്രോണമിയെ കുറിച്ചുള്ളത്. ആ പുസ്തകങ്ങളൊക്കെ മോഡേൺ പുസ്തകങ്ങളുമായിരിക്കാം, സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ പുസ്തകത്തിന്റെ അവസാനത്തില് ഒരു 10-25 പേജ് വർക്ക്ഡ് ഔട്ട് മാത്തമാറ്റിക്കൽ പ്രോബ്ലങ്ങളാണ്, അല്ലെങ്കിൽ അസ്ട്രോണമിക്കൽ പ്രോബ്ലങ്ങളാണ്. ചാപ്റ്റർ ബൈ ചാപ്റ്ററാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഇന്നത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 10,300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വടേശ്വര സിദ്ധാന്തത്തിലും 1500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആര്യഭട്ടീയത്തിലും ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ആര്യഭട്ടീയത്തിൽ മാത്രമല്ല, എല്ലാ പുസ്തകത്തിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജ്യോതിഷത്തിലെ 3 പാർട്ടിൽ ഒരു പാർട്ട് ഗണിതം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, രണ്ടാമത്തെ പാർട്ട് അസ്ട്രോണമി, ജ്യോതിശാസ്ത്രം, മൂന്നാമത്തെ പാർട്ടാണ് പ്രഡിക്ഷൻ പാർട്ട്. ആ പ്രഡിക്ഷൻ പാർട്ട് ജാതകത്തിൽ മാത്രമല്ല, പ്രശ്നം വെക്കുന്നതിലും അത് വരും. പ്രശ്നത്തിലും ജാതകത്തിലും എല്ലാം മൂന്നാമത്തെ പാർട്ട് വരും. ആ മൂന്നാമത്തെ പാർട്ട് സയൻസേ അല്ല.
ആ മൂന്നാമത്തെ പാർട്ട് എങ്ങനെയാണ് നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ സംഗീതം സപ്തസ്വരങ്ങൾ കണ്ടുപിടിച്ച മാതിരിയാണ്. അവരുടെ മനസ്സാകുന്ന ലാബറട്ടറിയിൽ ചിന്തയാകുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ബുദ്ധിയാകുന്ന പരീക്ഷണം നടത്തിയിട്ട് അവർ എഴുതി വെച്ചതാണ് പ്രവചന ഭാഗം. അതിൽ ഗ്രഹങ്ങൾ, ഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് എന്നല്ല അർത്ഥം. ഗ്രഹം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, പരിഗ്രഹം, നിഗ്രഹം, പാണിഗ്രഹണം, നിഗ്രഹം, എന്തൊക്കെ വാക്കുകൾ നോക്കുക. ഗ്രഹം എന്ന് വെച്ചാൽ ദാറ്റ് ഹാസ് ഗോട്ട് ആൻ ഇൻഫ്ലുവൻസ് അപ്പോൺ യു, സ്വാധീനിക്കുന്നത് എന്നർത്ഥം മാത്രമേ ഉള്ളൂ. പിന്നെ ശരിക്കും പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? താരാഗ്രഹം. സൂര്യനും ചന്ദ്രനും രാഹുവും കേതുവും ഗ്രഹങ്ങളാണ്, താരാഗ്രഹങ്ങളല്ല. ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, ഭൂമി, ഇത് ഗ്രഹങ്ങളാണ്, അത് താരാഗ്രഹങ്ങളുമാണ്. കാരണം സ്വാധീനിക്കുന്നു, അതുകൊണ്ട് ഗ്രഹം. പ്ലാനറ്റാണ്, അതുകൊണ്ട് താരാഗ്രഹം. അപ്പൊ നമ്മുടെ പൂർവികർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷം ഊഹാപോഹപടൂലാണ് പ്രഡിക്ഷൻ പാർട്ടിയിരിക്കുന്നത്. അതിന് കുറേയൊക്കെ കുറവുകൾ ഉണ്ടാവാം, കൂടുതലുണ്ടാവാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജൂൺ മാസം 6-ാം തീയതിയെ കേരളത്തിൽ മഴ പെയ്യുള്ളൂ, കാലവർഷം തുടങ്ങുള്ളൂ എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് മെയ് മാസം 16-ാം തീയതി മുതൽക്ക് ശക്തമായ മഴ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പറയുന്നത് ഇത് കാലവർഷമല്ല. ഏത് വർഷമായാലും വെള്ളമാണല്ലോ വീഴുന്ന മോളിൽ നിന്ന് ചുവട്ടിലേക്ക്, പറയായിരുന്നില്ലേ? കാലവർഷം 6-ാം തീയതി ആവും, അതിനു മുമ്പ് നിറച്ച് മഴയുണ്ടാവും എന്ന് പറയായിരുന്നില്ലേ? അതെന്തേ പറഞ്ഞില്ല? അപ്പൊ ഈ പ്രവചനങ്ങളൊക്കെ ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, സയൻസിന്റെ ആണെങ്കിൽ പോലും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എത്ര ദൃഢമായി കഴിഞ്ഞ ഒരു 6 മാസത്തിൽ ഒരു കാരണവശാലും ഇന്ത്യയെ വിശ്വസിച്ചിരുന്നില്ല അമേരിക്ക. റഷ്യയുമായിട്ടുള്ള ബന്ധം കുറയുകയും ചെയ്തു. ഇതെവിടെയാണ് പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത്? അപ്പൊ ചിലപ്പോൾ പ്രൊഡിക്ഷനേ ഉണ്ടാവില്ല, ചിലപ്പോൾ പ്രൊഡിക്ഷൻ തെറ്റും, ചിലപ്പോൾ പ്രൊഡിക്ഷൻ ശരിയാവും. പക്ഷേ ജ്യോതിഷത്തിലെ പ്രൊഡിക്ഷൻ പാർട്ടിൽ കുറേ പ്രയോജനമുണ്ട്, സയൻസ് അല്ല. അപ്പൊ അതിലേക്ക് ഞാൻ ജ്യോതിഷത്തിലേക്ക് കടക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളത്, ജ്യോതിഷം സയൻസ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു വരിയിൽ ഉത്തരം പറയണം. ജ്യോതിഷത്തിന് 3 ഭാഗമുണ്ട്. അതിൽ 1-ാം ഭാഗം ഗണിതം, അത് പ്യുവർ സയൻസാണ്. 2-ാം ഭാഗം ജ്യോതിശാസ്ത്രം, അത് പ്യുവർ സയൻസാണ്. 3-ാം ഭാഗം പ്രവചന ഭാഗം, പ്രഡിക്ഷൻ പാർട്ട്, അത് സയൻസ് അല്ല. അതിന് ഉത്തരം കഴിഞ്ഞു. അതുകൊണ്ട് സയൻസ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അത് ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ, MA മലയാളം പഠിച്ച ഒരു കുട്ടിയോട്, MA ഹിസ്റ്ററി പഠിച്ച ഒരു സ്റ്റുഡൻറ്റിനോട്, MA സോഷ്യോളജി പഠിച്ച ഒരു സ്റ്റുഡൻറ്റിനോട്, MA സാൻസ്ക്രിറ്റോ വ്യാകരണമോ പഠിച്ച ഒരാളോട് ചോദിക്കാമെന്ന് വിചാരിക്കാം, നിങ്ങൾ കോളേജിൽ സയൻസ് ആണോ പഠിച്ചേ? അല്ല. അപ്പൊ താൻ യൂസ്ലെസ് ആണെന്ന് നമ്മൾ പറയുമോ? എന്താ മലയാളം പഠിച്ചൂടെ, സംസ്കൃതം പഠിച്ചൂടെ, സോഷ്യോളജി പഠിച്ചൂടെ, എത്ര ഹിന്ദി പഠിച്ചൂടെ, അത്ര വ്യാകരണം പഠിച്ചൂടെ, മീമാംസ, പൂർവ്വമീമാംസ, ഉപനിഷത്ത്, വേദങ്ങൾ പഠിക്കാറുണ്ട്. ഇതൊക്കെ പഠിക്കുന്നത് എന്താ? ബൈബിള് പഠിക്കാറില്ലേ ക്രിസ്ത്യനിൽ, ബിബ്ലിക്കൽ കോളേജുകളിൽ? അതൊക്കെ സയൻസാണ്. സയൻസ് ആവണം നിർബന്ധമൊന്നുമില്ല. ജീവിതത്തിൽ എന്തെങ്കിലും പകർത്തണമെങ്കിൽ, സാമ്പാർ കൂട്ടി ഊണ് കഴിക്കണമെങ്കിൽ സാമ്പാറിൻ്റെ സയൻസ് അറിയണം, നിർബന്ധമുണ്ടോ? നല്ലൊരു സിനിമ പാട്ട് കേൾക്കണമെങ്കിൽ അതിൻ്റെ സയൻസ് അറിയണം, നിർബന്ധമുണ്ടോ? നല്ലൊരു സിനിമ കാണണമെങ്കിൽ ആ സിനിമ റെക്കോർഡ് ചെയ്തതിൻ്റെ സയൻസ് അറിയണമെന്ന് നിർബന്ധമുണ്ടോ? ഒന്നുമില്ലല്ലോ. പ്രയോഗിക്കുന്നു ജീവിതത്തിൽ. അതുകൊണ്ട് ഓർമ്മിക്കുക, ജ്യോതിഷത്തിലെ 3-ാം ഭാഗം സയൻസ് അല്ല. പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നവർ പ്രയോജനപ്പെടുത്തണം. അന്ധമായിട്ട് ലോകത്തിലെ ഒന്നിനെയും ആരാധിക്കരുത്. അത്രയേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.